നമസ്കാരം കൂട്ടുകാരെ, ഇന്നൊരു വാട്ട ഈറ്റിനിടയാലോ. രാവിലെ ചൂട് ചായയും നല്ല തണുത്ത കാലാവസ്ഥയും ഗുപ്തൻ ചായ ഊതി കുടിച്ച കണക്ക് ഞാനും ചായ കുടിച്ചു. അത് കഴിഞ്ഞിട്ട് ഒരു 9 മണിയൊക്കെ ആയപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ദോശയും മുട്ടക്കറിയായിരുന്നു കേട്ടോ. നല്ല കോംബോയാണ് ദോശയും മുട്ടക്കറിയും. നിങ്ങൾക്ക് എത്ര പേർക്ക് ഈ കോംബോ ഇഷ്ടമാണ്? ഇഡ്ഡലി, സാമ്പാർ, ദോശ, മുട്ടക്കറി, പുട്ട്, കടല, ഇതൊക്കെ നല്ല കോംബോകളല്ലേ ബ്രേക്ക്ഫാസ്റ്റിന്. എന്നിട്ടൊരു 10:30 11 മണിയായപ്പോഴത്തേക്കിനും ഞാനൊരു പഴവും ഒരു ഓറഞ്ചും കൂടി കഴിച്ചു കേട്ടോ. നല്ല തണുപ്പായതുകൊണ്ട് ഇവിടെ നല്ല ജ്യൂസി ആയിട്ടുള്ള ഓറഞ്ച് ഇതൊക്കെ കിട്ടും, നല്ല ടേസ്റ്റായിരുന്നു. പിന്നെ ഒരു മണിയൊക്കെ ആയപ്പോൾ ഞാൻ ചോറും പുളിശ്ശേരി, കോളിഫ്ലവറും ബീൻസും കൂടി ഇട്ട് വിഴുക്ക് വരട്ടി, പിന്നെ അച്ചാർ, പിന്നെ മീൻകറി, ഇത്രയായിരുന്നു കേട്ടോ. ഇനി നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ഐറ്റം ഈ അച്ചാറാണ് കേട്ടോ. ഇത് നമ്മുടെ അച്ചാറല്ല, ഇത് നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ അച്ചാറാണ്. എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു ഫ്രണ്ട് തന്നതാണ്. വളരെയധികം ടേസ്റ്റി ആയിട്ടുള്ള അച്ചാറാണ് ഇത്. ഇപ്പോൾ 1 വർഷത്തോളമായ അച്ചാറാണ് കേട്ടോ. ഇത് എത്ര നാൾ വേണമെങ്കിലും കേടാവാതിരിക്കും. ഇവരൊരു പ്രത്യേക മസാലയൊക്കെ ഉണ്ടാക്കിയിട്ടാണ് ഇത് തയ്യാറാക്കുന്നത് കേട്ടോ. നോക്കട്ടെ, നമുക്ക് മാങ്ങാ സീസൺ ആകുമ്പോൾ നമുക്ക് ഇതിൻ്റെ റെസിപ്പി എവിടെയെങ്കിലും കിട്ടുമോ എന്ന് നോക്കാം, നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പം ഇത് ഇവർ അകത്ത് കണ്ടോ കൂടോടെ തന്നെ അത് ഇടുന്നത് കേട്ടോ. നല്ല ടേസ്റ്റാണ്. ചപ്പാത്തിയുടെ കൂടെ ഇവർ ഒരുപാട് കഴിക്കുന്ന ഒരു അച്ചാറാണ് കേട്ടോ, മാങ്ങയുടെ. നല്ല ടേസ്റ്റ്. അത് കഴിഞ്ഞിട്ട് ഞാനൊരു 5 മണിയായപ്പം ചായ കുടിച്ചു. എനിക്ക് ചായ നിർബന്ധമാണല്ലോ. അത് കഴിഞ്ഞിട്ട് പിന്നെ രാത്രി ആയപ്പോഴത്തേക്കിനും ഞാൻ പുട്ടും മീൻകറിയും കൂടിയാണ് തിന്നത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ വാട്ട ഈറ്റിനിടെ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ടാറ്റാ ബൈ ബൈ, സീ യു.